നമ്മൾ ഇത്രയും കാലം കിടന്ന് പണിയെടുത്ത പൈസയല്ലേ നമ്മൾ ചോദിക്കണുള്ളൂ. അവരോട് കൂടുതലൊന്നും നമ്മൾ ചോദിക്കണല്ലോ. നമ്മൾ ചെയ്ത പൈസ തരണം. നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള പൈസ നമ്മൾ തന്നാൽ മതി. ജീവിക്കാനുള്ള സമരമാണ്, പിന്മാറാൻ ഉദ്ദേശമില്ല. കൂടുതൽ കടുപ്പിക്കാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. എന്തായാലും ഇത് നമ്മൾ പ്രതീക്ഷിച്ചത് നടന്നിട്ടേ നമ്മൾ മാറുള്ളൂ. വിവിധ ജില്ലകളിൽ നിന്ന് നൂറുകണക്കിന് ആശാ വർക്കർമാർ സമരപ്പന്തലിലേക്ക് എത്തുകയാണ്. എത്ര പേരുടെ കണ്ണീരാണെന്നറിയോ. എവിടെയാണോ അമ്മക്ക് ജോലി ചെയ്ത് വീട്ടിൽ വേറെ ആൾക്കാർ കൊണ്ടു കൊടുക്കാനില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സമരത്തിന് പിന്തുണയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വിവിധ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതാക്കൾ എത്തുന്നു. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാ അർത്ഥത്തിലും അവർക്ക് വാരിക്കോരി കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ ജീവിക്കാൻ വേണ്ടി മാത്രം സമരരംഗത്ത് വന്ന ഈ സഹോദരിമാരോട് പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോകുന്നു. സമരപ്പന്തലിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. ആശാ വർക്കർമാരുടെ സമരം 2 ആഴ്ച പൂർത്തിയാവുകയാണ്. പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും പരിഹാരം മാത്രമാകുന്നില്ല. തങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കും വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അമൽ തേരമറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.